So design a filter with HDE of j omega is equal to e raised to minus j omega for mod omega less than or equal to 3 pi by 4 and 0 for omega in between 3 pi by 4 and pi by 4. Okay, and for n is equal to given as 7. Okay, so ഇതാണ് question. Okay, using Hamming window ആണ് question. സോ ഏതെങ്കിലും വിൻഡോ സീക്വൻസ് തന്നാലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. ഓക്കെ, ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ആണ്. സോ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എന്താണ്? എച്ച് ഡി ഓഫ് എൻ. ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. സോ അതിൻ്റെ ഇക്വേഷൻ 1/2 പൈ ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എൻ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ എൻ ഡി ഒമേഗ. സോ ഇതാണ് ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 പൈ. ഓക്കെ, സോ മോഡ് ഒമേഗ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 pi by 4 എന്ന് പറഞ്ഞാൽ ഒമേഗയ്ക്ക് വാല്യൂ എവിടം തൊട്ട് എവിടം വരെ ഉള്ളപ്പോഴാണ്? -3 pi by 4 to 3 pi by 4. ഓക്കെ, ഈ റേഞ്ചിൽ ഒമേഗയ്ക്ക് വാല്യൂ ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, സോ അല്ലാത്ത കേസസിലെല്ലാം 0 ആണ് എന്നാണ് അർത്ഥം. സോ ദാറ്റ് ഈസ് -3 pi by 4 to 3 pi by 4. എച്ച് ഡിയുടെ വാല്യൂ എത്രയാണ്? ഇ റേസ് ടു മൈനസ് ജെ 3 ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ എൻ ഡി ഒമേഗ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 പൈ ഇ റേസ് ടു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇ റേസ് ടു ജെ ഒമേഗ എൻ മൈനസ് 3 ഡിവൈഡഡ് ബൈ ജെ ഇൻറ്റു n മൈനസ് 3 എന്ന് കിട്ടും. ഓക്കെ, -3 pi by 4 to +3 pi by 4. ഓക്കെ, സോ ഇത് ചെയ്യുമ്പം ദിസ് ഈസ് ഈക്വൽ ടു 1/2 പൈ. ഓക്കെ, ഇ റേസ് ടു ജെ 3 pi by 4 n minus 3 minus e raised to minus j 3 pi by 4 n minus 3 divided by j into n minus 3 എന്ന് വരും. ഓക്കെ, സോ 2j ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ 1/pi into n minus 3 into e raised to j 3 pi by 4 n minus 3 minus e raised to minus j 3 pi by 4 n minus 3 divided by 2j. ഓക്കെ, സോ നമുക്കറിയാം e raised to j theta minus e raised to minus j theta divided by 2j എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ. ഓക്കെ, സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നതാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 3 pi by 4 n minus 3 divided by pi n minus 3. ഓക്കെ, for n not equal to 0. ഓക്കെ, സോ ഇതാണ് എച്ച് ഡി ഓഫ് n എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫോർ n ഈസ് ഈക്വൽ ടു 3യിൽ എന്നാ പറ്റുന്നത്? എച്ച് ഡി ഓഫ് n എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ -3 pi by 4 to 3 pi by 4. ഓക്കെ, e raised to 0 into e raised to j omega n. So e raised to 0 d omega that is equal to 1/2 pi ഉണ്ടായിരുന്നു. ഓക്കെ, 1/2 pi into ഒമേഗ വരും -3 pi by 4 to +3 pi by 4. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 എന്ന് കിട്ടും. ഓക്കെ, therefore
നമുക്ക് കിട്ടി ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്തിട്ടുള്ള എച്ചിൻ്റെ വാല്യൂ എന്താണ്? ഇസ് ഈക്വൽ ടു സൈൻ 3π/4 n-3 ബൈ പൈ n-3 ഫോർ n, സോറി ഇവിടെ 0 അല്ല, n നോട്ട് ഈക്വൽ ടു 3, സോറി കേട്ടോ, n നോട്ട് ഈക്വൽ ടു 3 ആൻഡ് 3/4 ഫോർ n ഈക്വൽ ടു 3. ഓക്കെ, സോ ഇതാണ് എച്ച് ഡി ഓഫ് എൻ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോൺ കോസൽ വിൻഡോ ഫിൽറ്റർ. ഓക്കെ, നോൺ കോസൽ വിൻഡോയുടെ എക്സ്പ്രഷൻ എന്താണ്? W ഹാമിംഗ് ഓഫ് n is equal to, ഓക്കെ, ഹാമിംഗ് വിൻഡോയുടെ ഇക്വേഷൻ ആണ് 0.54 മൈനസ് 0.46 കോസ് 2π n ബൈ n ക്യാപിറ്റൽ N മൈനസ് 1 ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് 1. ഓക്കെ, സോ നമുക്ക് കിട്ടിയ ഇപ്പോൾ IDFT എടുത്ത് കിട്ടിയേക്കുന്ന സീക്വൻസ് എന്ന് പറയുന്നത് ഒരു സൈനിൻ്റെ ടൈം നമ്മളിപ്പോൾ കണ്ടു. സോ സൈനിൻ്റെ ടൈം ആകുമ്പോൾ അതിങ്ങനെ നമുക്ക് സൈൻ വേവ് പോലെ ആയിരിക്കും ഇരിക്കുന്നത്. നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, ഡിസ്ക്രീറ്റ് ആണ്, ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആണ് വരച്ചത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. നമ്മളൊരു വിൻഡോ വെക്കും. ഓക്കെ, ആ വിൻഡോ വെച്ചിട്ട് ആ വിൻഡോയ്ക്കകത്തൂടെ ഇതിനെ കടത്തി വിടുമ്പം നമുക്ക് അത്രയും ഭാഗത്തുള്ളത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ആ വിൻഡോയ്ക്കകത്തുള്ളത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ബാക്കിയുള്ളതിനെയെല്ലാം കളയും, കട്ട് ചെയ്ത് കളയും. ഓക്കെ, സോ അതാണ് ആ FIR, ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. IIR എന്ന് പറഞ്ഞാൽ ആ ഇമ്പൾസ് റെസ്പോൺസ് 0 തൊട്ട് ഇൻഫിനിറ്റി വരെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ എനിക്കുള്ള സിഗ്നൽ എന്ന് പറയുന്നത് ഇങ്ങനെ -∞ ടു +∞ പോകുന്നതാണ്. ഓക്കെ, സോ ഞാനൊരു വിൻഡോയ്ക്കകത്തൂടെ കടത്തി വിടുമ്പം എനിക്ക് എന്തുമാത്രം സീക്വൻസേ കിട്ടത്തുള്ളൂ? ആ വിൻഡോയ്ക്കകത്തൂടെ പോകുന്ന അത്രയും സീക്വൻസേ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ അതിനാണ് വിൻഡോ ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹാമിംഗ് വിൻഡോ ആണെങ്കിൽ 0.54 മൈനസ് 0.46 കോസ് 2π n ബൈ n-1 ഫോർ n വേരിയിങ് ഫ്രം 0 ടു n-1. സോ n-1 ഇവിടെ 6 ആണ് തന്നിരിക്കുന്നത്, 7 ആണ് തന്നിരിക്കുന്നത് n. സോ n-1 എന്ന് പറഞ്ഞാൽ 6 ആകും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.54 മൈനസ് 0.46 കോസ് 2π n ബൈ 6 ഫോർ n വേരിയിങ് ഫ്രം 0 ടു 6. ഓക്കെ, n-1 6. ഓക്കെ, സോ ഇതാണ്. ഇനി നമ്മുടെ കോസൽ വിൻഡോയുടെ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മുടെ H ഓഫ് n എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം FIR ഫിൽറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? H ഓഫ് Z ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 0 ടു n-1 H ഓഫ് n Z റേസ് ടു -n. ഇതാണ് ഇക്വേഷൻ. സോ n 0 തൊട്ട് n-1 വരെ വേരി ചെയ്യും. ഓക്കെ, അതായത് 0 തൊട്ട് 6 വരെ വേരി ചെയ്യുമ്പം എനിക്ക് H ഓഫ് n കണ്ടുപിടിക്കാനാണ് എനിക്ക് വേണ്ടത്. സോ H ഓഫ് n എന്ന് പറയുന്നത് is equal to H d of n into W into ആണ് into W ഹാമിംഗ് ഓഫ് n. ഓക്കെ, സോ എച്ച് ഡി ഓഫ് എന്നും W ഹാമിംഗ് ഓഫ് എന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും എന്ത്? എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത്. അതായത് എനിക്ക് ഇതുപോലത്തെ ഒരു സിഗ്നൽ ആയിരിക്കും വരുന്നത്. അതിനെ ഞാൻ WH ഓഫ് എൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര സിഗ്നൽ മാത്രമേ കിട്ടത്തുള്ളൂ. സോ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കറിയാം എച്ച് ഡി ഓഫ് എൻ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഓക്കെ, സോ ഞാൻ എഴുതാൻ പോവാണ് സൈൻ. ഓക്കെ, എന്താണ് എച്ച് ഡി ഓഫ് എൻ? 3π/4 ഇൻറ്റു n-3, ഓക്കെ, ഇൻറ്റു
0.54 minus 0.46 cos pi n by 3, okay, for n not equal to 3. And for n equal to 3, 3 by 4 into 0.54 minus 0.46 cos pi n by 3 for n is equal to 3. Okay, so നമ്മൾ ഈ ഒരു ഫോമിൽ എഴുതി. ഇനി നമുക്ക് ടാബുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ ടാബുലേറ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. n h d of n, okay, w hamming of n and h of n. ഓക്കെ, സോ ഇങ്ങനെയാണ് ഞാൻ ടാബുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ n എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4, 5 and 6. ഓക്കെ, ഇനി നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റേഡിയനിൽ ഇടുക. ഓക്കെ, റേഡിയനിൽ ഇടുക. എങ്ങനെ റേഡിയനിൽ ഇടും? ഷിഫ്റ്റ് എടുക്കുക, മോഡ് എടുക്കുക, 4 എന്ന് പറയുന്നത് റേഡിയനിൽ ഇടുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ നമുക്കങ്ങോട്ട് ചെയ്യാം. ഓക്കെ, സോ എനിക്കൊരു നിമിഷം, ഇവിടെ എനിക്ക് പൈ n മൈനസ് 3 കൂടെ ഉണ്ട്, ഞാൻ തെറ്റിപ്പോയതാണ്, പൈ n മൈനസ് 3. ഓക്കെ, സോ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് മുകളിലും താഴെ ഉള്ളതുകൊണ്ട് ഞാൻ 2 വാല്യൂ ഇട്ടു. ഓക്കെ, മേളിൽ സൈൻ, ഓക്കെ, 3 ഷിഫ്റ്റ് പൈ, ഓക്കെ, by 4 ഇൻറ്റു ആൽഫ ഇടുക, എന്നിട്ട് എ ഇടുക, എ മൈനസ് 3. ഓക്കെ, ഇട്ടു. ഓക്കെ, ഡിവൈഡഡ് ബൈ ഷിഫ്റ്റ് പൈ ആൽഫ എ മൈനസ് 3. ഓക്കെ, ഇങ്ങനെ കൊടുക്കുക. സോ ഞാൻ ആ ആൻസർ കൊടുത്തു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാൽക്കുലേറ്ററായി ഞെക്കുക, കാൽക്കുലേറ്റ്. ഓക്കെ, എന്നിട്ട് എക്ക് 0 വാല്യൂ ഇടുക, ഈക്വൽ ടു കൊടുക്കുക. സോ എനിക്ക് കിട്ടുന്ന വാല്യൂ 0.075. വീണ്ടും കാൽക്കുലേറ്റ് ഞെക്കുക, എന്നിട്ട് 1 ഇട്ട് കൊടുക്കുക. സോ മൈനസ് 0.159. ഓക്കെ, വീണ്ടും കാൽക്കുലേറ്റർ ഞെക്കുക, 2 ഇട്ട് കൊടുക്കുക. സോ 0.225. ഓക്കെ, ഇനി 3 ഇട്ട് കൊടുക്കാൻ നിൽക്കരുത്, കാരണം 3ക്ക് നമ്മൾ വേറൊരെണ്ണം പറഞ്ഞായിരുന്നു, 3/4 ആണെന്ന് പറഞ്ഞു. 3/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.75. ഓക്കെ, ഇനി വീണ്ടും കാൽക്കുലേറ്റർ ഞെക്കുക. ഞാൻ 3 ഇട്ട് കൊടുത്തു. 3 ഇട്ട് കൊടുത്തപ്പോൾ എന്തോ പറ്റി? അത് 0 ആയിപ്പോയി. ഡിവിഷൻ ബൈ 0 നോട്ട് പോസിബിൾ ആണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടാത്തത്. ഓക്കെ, വീണ്ടും കാൽക്കുലേറ്റ് കൊടുക്കുക. ഓക്കെ, നമുക്കറിയാം FIR ഫിൽറ്റർ എന്ന് പറയുന്നത് ലീനിയർ ഫേസ് സിമെട്രിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ഫിൽറ്ററാണ്. സോ വേണമെങ്കിൽ നമുക്ക് ഈ 4, 5, 6 ഇത് തന്നെ നമുക്ക് തിരിച്ചെഴുതാം. ഓക്കെ, നിങ്ങൾക്ക് അല്ല വേണ്ട എങ്കിൽ നിങ്ങൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് തന്നെ ഉത്തരം കിട്ടും. അതായത് 2-ലുള്ളത് തന്നെയായിരിക്കും 4-ൽ വരുന്നത്, 1-ലുള്ളത് തന്നെയായിരിക്കും 5-ൽ വരുന്നത്, ആൻഡ് 0-ലുള്ളത് തന്നെയായിരിക്കും 6-ൽ വരുന്നത്. ഓക്കെ, സോ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, HD of n. ഇനി നിങ്ങൾ ഇവിടെ ചെയ്യണം. ഓക്കെ, ഹാമിങ്ങിൻ്റെ ഇക്വേഷൻ എഴുതണം ഇതുപോലെ തന്നെ. അതായത് 0.54 മൈനസ് 0.46 കോസ് ഷിഫ്റ്റ് പൈ ആൽഫ എ ബൈ 3. ഓക്കെ,
എന്നിട്ട് കാൽക്കുലേറ്റ് ഞെക്കുക. എയുടെ വാല്യൂ വീണ്ടും ഇട്ട് കൊടുക്കുക, 0 ഇട്ട് കൊടുക്കുക. സോ 2/25 0.08 എന്ന് കിട്ടും. ഓക്കെ, വീണ്ടും കാൽക്കുലേറ്റ് ഞെക്കുക, 1 ഇട്ട് കൊടുക്കുക, 0.31. വീണ്ടും കാൽക്കുലേറ്റ് ഞെക്കുക, 2 ഇട്ട് കൊടുക്കുക, 0.77. ഓക്കെ, ഇനി 3 ഇട്ട് കൊടുക്കുക, 1 എന്ന് കിട്ടും. ഓക്കെ, വീണ്ടും ഇത് ഇങ്ങോട്ടേക്ക് എന്താണ് സിമെട്രിക് പ്രോപ്പർട്ടി കാണിക്കുന്നതായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് അത് തന്നെ എടുത്ത് എഴുതുക. ഓക്കെ, ഇനി എച്ച് ഓഫ് എൻ എന്താണ്? എച്ച് ഡി ഓഫ് എൻ ഇൻറ്റു ഡബ്ല്യു ഹാമിങ് ഓഫ് എൻ. ഓക്കെ, സോ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 0.075 ഇൻറ്റു 0.08. Okay, that is 0.006. Okay, അടുത്തത് 0.31 ഇൻറ്റു -0.159. Okay, -0.049. Okay, അടുത്തത് 0.225 ഇൻറ്റു 0.77. Okay, 0.173. ഓക്കെ, അടുത്തത് 0.75. ഓക്കെ, ഇനി എന്താണ്? ഇത് തന്നെ ഓപ്പോസിറ്റ് വരും. 0.173 മൈനസ് 0.049 0.006. സോ ഇതാണ് എച്ച് ഓഫ് എന്നിൻ്റെ കോഎഫിഷ്യൻസ്. ഓക്കെ, സോ നമ്മളോട് കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത്രയും പറഞ്ഞാൽ മതി, എഴുതിയാൽ മതി. ഇനി ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ നമ്മൾ ഒരു ഇക്വേഷൻ കൊടുക്കണം. അതായത് ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മോഡ് എച്ച് ഡാഷ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ is equal to e raised to minus j omega n minus 1/2 into h of n minus 1/2 plus summation n is equal to 0 to n minus 3/2 into 2h of n into cos omega n minus 1/2. ഓക്കെ, ഇത് തന്നെ ഇടണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പം വേറൊരു ഇക്വേഷൻ എയുടെ ഫോമിൽ സമ്മേഷൻ എ എൻ കോസ് ഒമേഗ ആ ഒരു ഫോമിൽ വേണമെങ്കിലും ഇടാം. ഓക്കെ, സോ ഇതിനകത്ത് നിങ്ങൾ ചെയ്യുമ്പം ഇ റേസ് ടു ജെ ഒമേഗ n minus 1 6 ആണ്. 6/2 എന്ന് പറഞ്ഞാൽ 3 വരും ഇൻറ്റു ഓക്കെ n minus 1/2 എന്ന് പറഞ്ഞാൽ h of 3 വരും പ്ലസ് 2h of 0 ഇൻറ്റു കോസ് ഒമേഗ എന്നിനെ 0 ഇട്ട് കൊടുക്കുമ്പോൾ മൈനസ് n minus 1 6 6/2 എന്ന് പറഞ്ഞാൽ 3. സോ h of 3 ഒമേഗ പ്ലസ് 2h of 1 കോസ് 2 ഒമേഗ പ്ലസ് 2h of 2 കോസ് ഒമേഗ എന്ന് കിട്ടും. ഓക്കെ, സോ ഇതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ റേസ് ടു j3 ഒമേഗ ഇൻറ്റു 0.75 പ്ലസ് 0.012 കോസ് 3 ഒമേഗ മൈനസ് 0.098 കോസ് 2 ഒമേഗ പ്ലസ് 0.346 കോസ് ഒമേഗ. സോ ഇത് എപ്പോഴാണ് ഫ്രീക്വൻസി റെസ്പോൺസ് ചോദിക്കുവാണെങ്കിൽ മാത്രം. ഡിസൈൻ എന്ന് പറയുമ്പം എച്ച് ഓഫ് എൻ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഓക്കെ, ഡിസൈൻ എന്ന് പറയുമ്പം എച്ച് ഓഫ് എൻ കണ്ടുപിടിച്ചാൽ മാത്രം മതി. എച്ച് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് 0 ഇൻറ്റു 1 പ്ലസ് ഇസഡ് റേസ് ടു മൈനസ് 6 ഓക്കെ പ്ലസ് h of 1 into
z raised to minus 1 plus z raised to minus 5 plus h of 2 into z raised to minus 2 plus z raised to minus 4 and h of 3 into z raised to minus 3. Okay, so ഈ ഒരു ഫോമിലേക്ക് വേണമെങ്കിൽ ആക്കാം. ദാറ്റ് ഈസ് h of 0 എന്ന് പറഞ്ഞാൽ 0.06 ആണ്. 0.06 പ്ലസ് h of 1 എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? മൈനസ് 0.049 is raised to minus 1 plus h of 2 എന്ന് പറഞ്ഞാൽ 0.173 is raised to minus 2 plus 0.75 is raised to minus 3 plus 0.173 is raised to minus 4 plus minus 0.049 is raised to minus 5 plus 0.006 is raised to minus 6. So h of z ന്റെ ടേംസിൽ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, സോ h of z ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇത് എഴുതുക. ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ഒമേഗയ്ക്ക് വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ ഇത് പ്ലോട്ട് ചെയ്യാൻ പറ്റും. സോ പ്ലോട്ട് ചെയ്യുക. ഓക്കെ, സോ എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത് അങ്ങനെ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ എഴുതുക. ഓക്കെ, ഇപ്പോൾ ഹാനിങ് വിൻഡോ ആണെങ്കിൽ എന്താണ്? 0.5 പ്ലസ് 0.5 കോസ് 2πn ബൈ n മൈനസ് 1 ആയിരിക്കും ഇക്വേഷൻ. ഓക്കെ, ആ W ഹാമിങ്ങിൻ്റെ അവിടെ W ഹാനിങ് ആണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഹാമിങ് വിൻഡോ വെച്ചിട്ട് FIR ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ബൈ.